ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും 100% പെർഫെക്റ്റ് ആണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കും എപ്പോഴും തെറ്റ് സംഭവിക്കാം. ഒരുപക്ഷെ എനിക്ക് ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്ന് പറയുന്നത് പോലെ ഇസ്ലാമിക പ്രമാണങ്ങളിലും ഖുർആനിലുമൊക്കെ ഞാനൊരു പക്ഷേ നെഗറ്റീവായിട്ടാണ് പരതിയതെങ്കിൽ, അറിവുകൾ സംഭരിച്ചതെങ്കിൽ, അതിനെ അപ്രോച്ച് ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടുന്നതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. എന്നാൽ പോസിറ്റീവായിട്ട് ഏതൊന്നിനെയും സമീപിച്ചാൽ ആ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ധാരാളം ആൾക്കാർ ഈ ഗ്രന്ഥം കൊണ്ട് വഴിപിഴയ്ക്കും, ധാരാളം ആൾക്കാർ അതുകൊണ്ട് സന്മാർഗത്തിലാകും. അതായത് അള്ളാഹുവിന് ഒരാളെ സന്മാർഗത്തിലാക്കാനും ഈ ഗ്രന്ഥം കൊണ്ട് സാധിക്കും, അതുപോലെ ദുർമാർഗത്തിലാക്കാനും ഈ ഗ്രന്ഥം കൊണ്ട് സാധിക്കും. അതാണ് ഖുർആൻ പറയുന്നത്. ഓക്കെ, ഒരു മനുഷ്യനെ സന്മാർഗത്തിലാക്കുക എന്നത് സർവലോക രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമാണ്. പക്ഷേ അള്ളാഹു എന്ന നന്മയുടെ മാത്രം പ്രതീകം എങ്ങനെയാണ് ഒരു ഗ്രന്ഥമിറക്കി മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഖുർആനില് അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ മുഴുവൻ ജനങ്ങളും സന്മാർഗത്തിലാകുമായിരുന്നു. പക്ഷേ അള്ളാഹു അത് വിചാരിക്കില്ല. ഒരു വിഭാഗത്തെ സന്മാർഗത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കുകയും അവർക്ക് സ്വർഗം നൽകുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന സത്യമാർഗം അവരുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തിട്ട് മറുവിഭാഗത്തെ ഈ വിഭാഗത്തെ കൊണ്ട് ശിക്ഷിപ്പിക്കുക. എന്നിട്ട് അള്ളാഹു അവിടെ ഇരുന്നുകൊണ്ട് പറയും, നീയല്ലടാ ശിക്ഷിച്ചത്, ഞാനാണ്. എറിഞ്ഞത് നീയല്ലടാ, ഞാനാ. അതിന്റെ ഇവൻ എറിഞ്ഞതിന്റെ ആ ഇത് അള്ളാഹു ഏറ്റെടുക്കുകയാണ്. നീയല്ലടാ കൊന്നത്, ഞാനാണ്. ഓക്കെ. അപ്പൊ പിന്നെ കൊല്ലുന്നവന്റെ കയ്യിലുള്ള കത്തിക്ക് മൂർച്ച കൂട്ടുന്നു, അവന് പ്രചോദനം നൽകുന്നു. ഇനിയും ഈ വിഭാഗം, അതായത് അള്ളാഹു ഏറ്റെടുത്ത വിഭാഗം നന്മയുടെ പ്രതീകമാണ്. അവരിനിപ്പോ ആള് കുറവാണെങ്കിൽ അള്ളാഹു ഒരു കൂടുതലുള്ളത് പോലെ തോന്നിപ്പിക്കുമത്രേ, ശക്തി കൂടുതൽ കൊടുക്കുമത്രേ. അപ്പൊ മറുവിഭാഗത്തിന് ഈ വിഭാഗത്തിന്റെ രക്ഷപ്പെടുത്താൻ പറ്റാതെ അള്ളാഹുവിന്റെ വിഭാഗത്തിന് കൂടുതൽ ശക്തി കൊടുത്തിട്ട് എതിർ വിഭാഗത്തിന് അള്ളാഹു ഭയം ഇട്ടുകൊടുത്തുകൊണ്ട് പരാജയപ്പെടുന്നു. അപ്പോ ഈ ഭയം ഇട്ടുകൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഈസി ആയിരുന്നില്ലേ അള്ളാഹുവിന് ഈ വിഭാഗത്തെ പോലെ തന്നെ അവരെ അങ്ങ് നന്നാക്കിയാൽ പോരായിരുന്നോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തിനാണ് ഈ സമയത്ത് ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത്? അനിവാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിലെ ചില പൊളിറ്റീഷ്യൻസ് ഇസ്ലാമിൻ്റെ അപ്പോസ്തലന്മാരായി മാറിയിട്ടുണ്ട്. അതുപോലെ ചില നവോത്ഥാന പ്രവർത്തകര്, എഴുത്തുകാര്, വാർത്താവിനിമയ രംഗത്തുള്ള ആൾക്കാര്, അതായത് ഈ സൈബർ ഇടങ്ങളിൽ ഇസ്ലാമിനെ വാനോളം പൊക്കാൻ ഒരുപാട് കൂലിത്തൊഴിലാളികൾ എന്ന് നമുക്ക് വിളിക്കാം, അവരുണ്ട്. അപ്പൊ അവർക്ക് ചക്ക ഏതാണ് ചുക്ക ഏതാണെന്ന് തിരിച്ചറിയില്ല. ആരോ എഴുതി കൊടുക്കുന്നത് വന്നങ്ങനെ പ്രഹസനങ്ങൾ തട്ടിവിടുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ പോയിട്ടില്ല. എനിക്ക് തെറ്റ് പറ്റില്ല, ഞാൻ പിടിക്കുന്നതാണ് ശരി, അങ്ങനെയൊന്നും നിർബന്ധം പിടിക്കുന്നൊന്നുമില്ല. എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇനി എനിക്കാണ് തെറ്റുപറ്റിയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു വാതായനം അവിടെ മലർക്കെ തുറന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ കാക്കിയിട്ട മുമ്പൊരിക്കൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാക്കിയിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത്, അദ്ദേഹം ഒരു SI ആണ്. അപ്പോൾ അദ്ദേഹം ഏത് സ്റ്റേഷനിലാണോ SI ആയിരിക്കുന്നത് അവിടെ ഹെൽമെറ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ കാക്കി ഇല്ലാതെയോ സീറ്റ് ബെൽറ്റ് ഇല്ലാതെയോ രാത്രി കറങ്ങി നടക്കുന്ന രൂപത്തിലൊക്കെ ആരെയെങ്കിലും നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് പിടിച്ചാൽ അവരോട് പറയും അത്രേ, ഇസ്ലാം കാര്യങ്ങൾ എത്രയാണടാ, ഈമാൻ കാര്യങ്ങൾ എത്രയാണടാ. അപ്പൊ പിന്നെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ജാതിമത ഭേദമന്യേ പിടിച്ചാൽ ഉടനെ തന്നെ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും പറയാൻ തുടങ്ങും. ഇസ്ലാമിന്റെ സ്തംഭങ്ങളാണത്.
ഇസ്ലാം നിലനിൽക്കുന്നത് തന്നെ കർമ്മപരമായ കാര്യങ്ങൾ കൊണ്ടും വിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ടുമാണ്. അതിൽ കർമ്മപരമായ കാര്യങ്ങൾക്ക് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയും, അത് 5 എണ്ണമാണ്. അതാണ് നമസ്കാരം, ഷഹാദത്ത്, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. അപ്പം വിശ്വാസപരമായ കാര്യങ്ങൾ 6 എണ്ണമാണ്. അതിന് ഈമാൻ കാര്യങ്ങളെന്ന് പറയും. അത് അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അവസാന നാളിലുള്ള വിശ്വാസം, നന്മയും തിന്മയും അള്ളാഹു എന്നുള്ളതാണ് വിശ്വാസം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഈ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എങ്കിൽ എങ്ങനെയാണ് ബണ്ടി ചോറിനെ, ഗോവിന്ദച്ചാമിയെ, അതുപോലെ നമ്മുടെ സയനൈഡ് ആളുണ്ടല്ലോ, ഇവരെയൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിനെ ശിക്ഷിക്കാൻ സാധിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരമ്മ കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞിട്ട് ഇവരെയൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിനെ ശിക്ഷിക്കാൻ സാധിക്കുന്നത്? കാരണം അള്ളാഹു നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതെങ്കിൽ എൻ്റെ ചോദ്യം തികച്ചും ന്യായമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹു ഒരു മനുഷ്യന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ അവൻ 4 മാസമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അവൻ എങ്ങനെ ജീവിക്കണം, അവൻ എങ്ങനെ മരിക്കണം, അവൻ എന്തൊക്കെ ചെയ്യണം ഈ മേഖലയിൽ. എന്തിനേറെ അവൻ എത്ര അന്നം കഴിക്കണം എന്നുവരെ അരിമണിയിൽ അള്ളാഹു പേരെഴുതി വെച്ചിരിക്കുകയാണ്. ചപ്പാത്തിയാണ് തിന്നുന്നവരെങ്കിൽ ഗോതമ്പ് മണിയിൽ എഴുതി വെക്കും. ഇനിയിപ്പോൾ ചോറ് തിന്നാത്തവരാണെങ്കിൽ അവൻ ഏത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിലെഴുതി വെക്കും. ഞാൻ ചോദിക്കുന്നത്, ഓരോ അരിമണിയിലും ജാമിദ 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 എന്ന് എഴുതുന്നതിൻ്റെ എത്രയോ കുറച്ച് സമയം മതിയായിരുന്നു അള്ളാഹു നേർമാർഗത്തിലാക്കിയ ആളെ പോലെ എന്നെയും ആക്കാൻ. അപ്പം അള്ളാഹു അതാക്കിയിട്ടില്ല. ഈ കാക്കിയിട്ട ആൾക്കാർ വന്നിട്ട് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുന്ന സുന്ദരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരികയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അപ്പോൾ നമ്മുടെ നാട് ഇത് ഗൾഫ് കൺട്രി ആണോ അതോ സിറിയയോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ താലിബാനോ വല്ലതുമാണോ എന്നൊന്നും നിങ്ങൾ ആരും സംശയിക്കണം. ഞാനും പലപ്പോഴും എൻ്റെ കയ്യിൽ അടിച്ചു നോക്കാറുണ്ട്, ഇത് സ്വപ്നമാണോ, ഇത് ശരിയാണോ ഞാൻ ഈ കേൾക്കുന്നത്, നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ എന്നെ സ്വാധീനിച്ച ഖുർആൻ എന്ന തലക്കെട്ടിൽ ഒരു വീഡിയോ കാണാനിടയായി. അതായത് അത് പറയുന്നത് എന്താണ്, ഫിലിപ്പോ അങ്ങനെ കണ്ട പറയുന്ന ഒരു വ്യക്തിയാണ് പറയണത്. ഞാനത് എടുത്ത് പറയാൻ കാരണം ഇതൊരു കാക്കിയിട്ട പോലീസുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് ഖുർആനിനെ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ നമുക്ക് സംഭവിച്ച തെറ്റ് അദ്ദേഹത്തിലൂടെ തിരുത്താൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഖുർആനിൻ്റെ ആശയ തീരങ്ങളിലേക്ക് നമുക്ക് ചെറുതായിട്ട് ഊളിയൊന്നും വിടുന്നില്ല, ഞാൻ ചെറുതായിട്ട് നമുക്കൊന്ന് ഇറങ്ങാം, കേൾക്കാം. കാണുന്ന നിങ്ങൾക്ക് പറയുന്ന എനിക്ക് അതിനിടയിലൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് എന്താണ്? ജീവിതം നമ്മളെ വല്ലാത്തൊരു തലത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് അല്ലേ? കാണുന്ന നിങ്ങൾക്ക് പറയുന്ന എനിക്ക് അതിനിടയിലൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ നടക്കണേ. അപ്പോഴൊക്കെ പല ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഈ ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇന്ന് ഒരുപക്ഷെ നമ്മുടെ മാനസിക, വൈകാരിക, ശാരീരിക പ്രശ്നങ്ങളാണ് അല്ലേ? ഈ നിമിഷം നമുക്ക് അനിവാര്യമാണ്. പ്രസന്റ് മൂമെന്റ് ഇസ് ഇന്നെവിറ്റബിൾ. ഈ നിമിഷം നമുക്ക് അനിവാര്യമാണ്. ഒരുപക്ഷെ ലോകത്ത് ഈ ലോകം ഉണ്ടായതിനു ശേഷം ശാസ്ത്രലോകം പല കണ്ടുപിടുത്തങ്ങൾ ഞാൻ എത്തി നോക്കുമ്പോൾ ഇന്ന് വരെയും കണ്ടെത്താത്ത ഒരു പ്രതിഭാസത്തിലൂടെയാണ് 2020 കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മാനവരാശിക്ക് മുഴുവൻ ചിന്തിക്കാനും അതുപോലെ തന്നെ ജീവിതം മുൻപോട്ട് എങ്ങനെ നയിക്കണം എന്നൊക്കെ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന ചില നിമിഷങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ വിട്ട് പോയിരിക്കുന്നു. ഇവിടുത്തെ വല്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് ഈ പ്രപഞ്ചവും അതുപോലെ തന്നെ എല്ലാ നിമിഷങ്ങളും വഴിമാറിയിരിക്കുന്നു. ഏറ്റവും അറിയപ്പെടുന്ന മസ്ജിദുകളും ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളും ഏറ്റവും അറിയപ്പെടുന്ന ദേവാലയങ്ങളുമെല്ലാം മൂടപ്പെട്ടപ്പം അതിനകത്ത് ഒരു നൈനിമിഷങ്ങളുണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ആ നല്ല നിമിഷം കൊണ്ട് നമ്മളൊക്കെ കടന്നുപോയത്. ഒരുപക്ഷെ ലോക്ക്ഡൗൺ എന്ന വാക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യൻ സംസാരിച്ചതും ഈ 2020-ലാണ്. ആ 2020-ലാണ് ലോകത്തിൽ ചരിത്രം മാറ്റിമറിക്കപ്പെട്ട കൊറോണ എന്ന വാക്കും മനുഷ്യൻ ഉപയോഗിച്ചത് 2020-ലാണ്. ഒരുപക്ഷെ വേൾഡ് കപ്പ് എന്ന വാക്കിനെ മറികടന്നുകൊണ്ടാണ് കൊറോണ എന്ന വാക്ക് മനുഷ്യൻ സംസാരിച്ചു തുടങ്ങിയത്.
ആ സംസാരത്തിനിടയിലാണ് നമ്മളെയൊക്കെ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ അല്ലേ, ആ ഉമ്മയ്ക്ക് അന്നും ഇന്നും എന്നും ക്വാറന്റൈനിലാണ് അമ്മ. അന്നും ഇന്നും എന്നും ഉമ്മ ലോക്ക്ഡൗണിലാണ്. അന്നും ഇന്നും എന്നും ഉമ്മ ബന്ധനത്തിലാണ്. ആ ഉമ്മയുടെ കാൽപാദത്തിങ്കൽ സ്വർഗമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ആ ഉമ്മയുടെ കാൽപാദത്തിങ്കലായിരുന്നു നമ്മൾ കുറേ നാളുകൾ ആ വീട്ടിൽ ഉണ്ട്, ഉറങ്ങി, ചിരിച്ചു, കളിച്ചു, നമ്മളെല്ലാം അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊരു ദൈവികമായ നിമിഷം നമുക്ക് സമ്മാനിച്ചതാണ്. നീ ഇങ്ങനെ കഴിയണം, നീ ഇങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അത് 100% സത്യമായിരുന്നത്. എവിടെല്ലാം മനുഷ്യൻ പറയുന്നത് മനുഷ്യൻ കേൾക്കാൻ പറ്റുന്ന ചാലകങ്ങളുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും മാനവിക മൂല്യത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം. കാരണം അതിന് മാത്രമേ ഇവിടെ ഒരു സ്പേസ് ഉള്ളൂ. അല്ലാത്തതെല്ലാം അല്ലാത്തതെല്ലാം നമുക്ക് വെറും ഒരു മിഥ്യ മാത്രമാണ്. ആരാണോ മനുഷ്യനെങ്ങനെ ചേർത്ത് പിടിക്കുന്നവൻ അവനാണ് യഥാർത്ഥ മാനവിക മൂല്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവൻ. അങ്ങനെയുള്ളവനാണ് ഈ ലോകം അവൻ്റെ നാമം ശിലകളിലും ശിലകളിൽ കൊത്തിച്ചേർക്കപ്പെടും, തങ്കലിപികളിൽ. ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചു വരുന്നെന്ന് പറഞ്ഞു. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ ചെയ്തു വെച്ച് പോയാൽ മാത്രമേ നമ്മളെ ആരും ഓർക്കുകയുള്ളൂ. ചെയ്യാതെ നമുക്ക് പോകാം, ചെയ്തുകൊണ്ട് നമുക്ക് പോകാം. ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നമുക്ക് പറയും. ഇപ്പം എനിക്ക് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് പൊതുവെ, മക്കളോടൊക്കെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഉപ്പയുടെ പേരെന്താ ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട് മക്കള് ഉപ്പയുടെ പേര് പറയും, ആ ഉപ്പയുടെ പേരും പറയും. പക്ഷെ ഒരു മൂന്നാമത് തലമുറയ്ക്ക് ആ ഉപ്പയുടെ പേര് പറയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എത്ര തലമുറയുടെ പേര് നിങ്ങൾക്കറിയാം? ഉപ്പയുടെ പേര്, ആ ഉപ്പയുടെ പേര്, അതിൻ്റെ മുകളിൽ ഉപ്പയുടെ പേര്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പക്ഷെ എത്രയോ തലമുറകൾ കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കണം. പക്ഷെ അവരൊന്നും ഇവിടെ ചെയ്തു വെച്ചില്ലെന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ ചെയ്തു വെച്ച ആളുകളുടെ നാമങ്ങളെല്ലാം ഇവിടെ തങ്കലിപികൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഗാന്ധി, ലിങ്കൻ, തെരസ, കലാം, അവരെല്ലാം ഇങ്ങനെ പ്രകാശം പരത്തുന്നവരാണ്. മാനവരാശിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുപാട് മഹത് വ്യക്തികളുടെ ചരിത്രത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകാൻ പറ്റുന്നത്. പ്രവാചകൻ തന്നെ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് നന്മകൾ, ഇതെല്ലാം നമുക്ക് നല്ലൊരു ചിന്തകൾ നമ്മളെ സമ്മാനിക്കുകയാണ് പലപ്പോഴും. അതുകൊണ്ട് പ്രിയരെ, എനിക്ക് ആകെ മൊത്തത്തിൽ ഒന്നേ പറയാനുള്ളൂ. ഈ ലോകം 174 രാജ്യങ്ങളുണ്ട്. നിൽക്കൂ, താങ്കൾക്ക് പറയാനുള്ളത് കേൾക്കാം. അതിനു മുമ്പ് ഞാൻ വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം, ഒരു സദ്യ, നമ്മൾ വിശന്ന് വലഞ്ഞു വരുമ്പോഴേക്ക് ഒരുപാട് കറികളും, നമുക്ക് ഇഷ്ടപ്പെട്ട ചിലർക്ക് ബിരിയാണി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സദ്യ ആയിരിക്കും ഇഷ്ടം. അത് നമ്മളങ്ങനെ സദ്യയുടെ മുമ്പിലിരിക്കുകയാണ്, വിശന്നിരിക്കുകയാണ്, ഒരു കലം ചോറ് തിന്നാനുള്ള ഒരു വിശപ്പ് നമുക്കുണ്ട്. ആ സമയത്ത് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട കറികളും ഒക്കെയായി വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് ആ പാത്രത്തിൽ ഓരോ കുഴികളിലാണ് കറികൾ വെച്ചിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു കുഴിയിൽ ഒരല്പം മലം കൊണ്ടുവച്ചാൽ അതുപോലെ ആ ഭക്ഷണത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഇല്ലാതാക്കാൻ എന്നതുപോലെയാണ് ഇദ്ദേഹം ഈ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. കൊറോണ എന്ന വാക്ക് നമ്മൾ കേട്ടത്, ലോക്ക്ഡൗൺ എന്ന വാക്ക് നമ്മൾ കേട്ടത് ഈ 2020-2021 കാലഘട്ടങ്ങളിലാണ്. ഇത്രയും കാലമായി സ്കൂൾ അടച്ചിട്ട ഒരു കഥ നമ്മൾ കേട്ടിട്ടേയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചതും മനുഷ്യൻ പണത്തിൻ്റെ മൂല്യവും മനുഷ്യൻ്റെ മൂല്യവും വിശപ്പിൻ്റെ വേദനയും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ ലോക്ക്ഡൗണോടുകൂടി തന്നെയാണ്. കാരണം ഒരുപാട് പണം ബാങ്കിലുണ്ടായിട്ടും അതിൽ നിന്ന് 1 രൂപ പോലും എടുത്ത് ചെലവഴിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും, മനുഷ്യൻ ജീവനു വേണ്ടി കേണ് നിലവിളിക്കുമ്പോൾ അവൻ്റെ പക്കലുള്ള പണവും സ്വർണവും സ്വത്ത് സമ്പാദ്യങ്ങളും ഒന്നും അവന് ഉപയോഗപ്പെടില്ല എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഇത്. മനുഷ്യൻ വീട്ടിലിരിക്കാൻ പഠിച്ചതും വീട്ടുകാർ എന്താണ് അനുഭവിക്കുന്നത് എന്നൊന്ന് കാണാൻ പഠിച്ചതും മക്കളുടെ കുസൃതിയും മക്കളുമായി കൂടുതൽ ഇൻട്രാക്റ്റിങ്ങും ഒക്കെ ലഭിച്ചത് ഈ സമയത്ത് തന്നെയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ മാതാവിൻ്റെ കൽപാദത്തിനടിയിലാണ് മക്കളുടെ സ്വർഗം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോഴും ആയിഷ മാതാവായിട്ടില്ല. സഫിയ എന്ന് പറയുന്നതും സ്ത്രീയായിരുന്നു, ഹഫ്സ എന്ന് പറയുന്നതും സ്ത്രീയായിരുന്നു, ഖദീജ എന്ന് പറയുന്നതും സ്ത്രീയായിരുന്നു. അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവരാണ് എന്നതും നമ്മൾ പഠിക്കണം. 6-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ ഭാര്യാ പദവി അലങ്കരിക്കുകയും
പ്രവാചകൻ മരിച്ചതിന് ശേഷം 48 വർഷത്തോളം നരകയാതന അനുഭവിച്ച് ബാല്യവും ശൈശവവും യൗവനവും വാർദ്ധക്യവും ഒക്കെ ഒറ്റയ്ക്ക് നരകിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ ഹനിച്ചതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? പ്രവാചകൻ പഠിപ്പിച്ച കാരുണ്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴും സഫിയ എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ അറിയണം. അതുപോലെ പ്രവാചകൻ ചെയ്ത കിരാതമായ കർമ്മങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിയണം. ഒരു സ്ത്രീയെ ഒട്ടകത്തിൻ്റെ കാലിലേക്ക് 2 കാലും കെട്ടിയിട്ട് 2 ഒട്ടകത്തെയും എതിർദിശകളിലേക്ക് ഓടിച്ച് ആ സ്ത്രീയെ 2ആയി പിളർന്ന ആ രൂപത്തിൽ കൊല ചെയ്ത പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആകുന്നില്ല. അങ്ങനെ ഒരു പ്രവാചകനെ ആയിരുന്നില്ല ഏതാണ്ട് 30-ലധികം വർഷം ഞാനും എൻ്റെ മനസ്സിൽ താലോലിച്ച് സ്നേഹിച്ചു കൊണ്ട് നടന്നത്. ആ പ്രവാചകനെ കുറിച്ച് കേട്ടപ്പോൾ, വസ്തുനിഷ്ഠമായി പ്രമാണങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ, ഇദ്ദേഹം ഈ പറഞ്ഞതൊക്കെ എൻ്റെയും ഒരു മിഥ്യാധാരണയായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. താലിബാൻ കാണിക്കുന്ന മനുഷ്യക്കുരുതികൾ, വളരെ നിഷ്ഠൂരമായ കൊലകളൊന്നും പ്രവാചകന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന തിരിച്ചറിവാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഖുർആനും ഹദീസും ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇത് മനുഷ്യനെ മനുഷ്യൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സൃഷ്ടാവിറക്കിയതാണെങ്കിൽ അതൊരിക്കലും ഭൂഷണമായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇട്ട ദൈവവും ദൈവഭക്തിയും പ്രവാചകന്റെ കാരുണ്യവും ദൈവപരീക്ഷണവും ഒന്നും എന്നെപ്പോലെ ഒരാൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. എൻ്റെ വീട്ടിലൊരു കള്ളൻ കയറുമെന്നും അയാൾ എന്നെ വെട്ടിനുറുക്കുമെന്നും നേരത്തെ തന്നെ വളരെ വ്യക്തമായി ഏടുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, എനിക്കറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ നിർവചിച്ചിട്ടുള്ളതാ. അതിനെ തടയാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ നേരത്തെ അറിയാം എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കുക. പാലക്കാട് ഷാഹിദ എന്ന് പറയുന്ന സ്ത്രീ സ്വന്തം കുഞ്ഞിനെ ബലിയറുക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഭർത്താവിനെ കൊണ്ട് മൂർച്ചയുള്ള കത്തി വാങ്ങിപ്പിക്കുകയും അടുത്ത വീട്ടിൽ നിന്ന് ഹെൽപ്പ് ലൈൻ പോലീസിന്റെ നമ്പർ വാങ്ങിവെക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ പറയുകയാണ്, എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് തടയാമായിരുന്നില്ലേ? നിങ്ങൾക്ക് തടയാനുള്ള മാർഗങ്ങൾ അവലംബിക്കാമായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കില്ലേ? അള്ളാഹുവിനെല്ലാം അറിയാം. ആലിമുൽ ഗൈബ്, അദൃശ്യം അറിയുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞത് കൊണ്ട് എന്താർത്ഥം? അപ്പോൾ മാതാവിന്റെ കാൽച്ചുവട്ടിനാണ് മക്കളുടെ സ്വർഗമെന്ന് പഠിപ്പിക്കുന്ന ഈ പ്രവാചകൻ എല്ലാ മാതാക്കളെയും അങ്ങനെ തന്നെ കാണാൻ സാധിക്കണം. ഇപ്പോൾ ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ ഇസ്ലാം മതത്തിലേക്ക് പോയി, അവരുടെ പൂർവ്വ മതത്തിലാണ് അവരുടെ മാതാപിതാക്കൾ ഉള്ളതെങ്കിൽ ആ മാതാവിന്റെ കാൽപാദത്തിനടിയിലെ സ്വർഗം എവിടെയാണ്? ആ മാതാവിനെ, ആ പിതാവിനെ ഇനി രക്ഷകർത്താവായി സ്വീകരിക്കരുതെന്നും അവരെ സ്നേഹിക്കരുതെന്നും അവരുമായി കൂടുതൽ ചങ്ങാത്തത്തിൽ പോകരുതെന്നും അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കരുതെന്നും അവരുടെ രക്ഷാകർതൃത്വ പദവി നിങ്ങൾ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുമായിട്ടുള്ള കരാർ ലംഘിക്കുമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഈ ഖുർആൻ എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന വിശുദ്ധ എന്ന് പറയുന്ന ഗ്രന്ഥം എന്താണ്? എന്തു മാനവിക മൂല്യമാണ് ഈ ആധുനിക ജനതയെ പഠിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ബാക്കി കുറച്ചുകൂടി 1 മിനിറ്റ് കൂടി നമ്മളോട് കൂട്ടിയോജിപ്പിക്കാനുണ്ട്, കേൾക്കാം. ഏറ്റവും ചെറിയ വത്തിക്കാൻ മുതൽ ഏറ്റവും രക്ഷ വരെ പരന്നു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സ്വാംശീകരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കരുണയാണ്, നമ്മുടെയൊക്കെ മാനവിക മൂല്യമാണ്. അത് മുറുകെ പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ മുറുകെ പിടിക്കുന്നവനെ ഒരു ശക്തിക്കും തൊടാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ വലിയൊരു പ്രാസംഗികനായിരുന്നൊന്നുമില്ല. പക്ഷേ പോലീസ് കയറി 20 വർഷമാകുന്നു.
ഒരു 10 വർഷത്തിന് ശേഷമാണ് പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചത്. കുറേ വായന വന്നപ്പം കുറേ സംസാരിക്കാൻ പഠിച്ചു. കുറേ സംസാരിച്ചപ്പോൾ കുറേ ആൾക്കാർ കേൾക്കാനുണ്ടെന്ന് മനസ്സിലായി. കുറേ ആൾക്കാർ കേൾക്കാണ്ടപ്പോൾ പല വിഷമങ്ങളും അവർ പറയാൻ തുടങ്ങി. ആ വിഷമങ്ങളെ സമയം കണ്ടെത്തി അവരുടെ ഫോണിലൂടെ ആ വിഷമങ്ങൾ സംസാരിച്ച് അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്വാംശയം നടത്തിയാണ്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഞാൻ ചിലപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറയാറുണ്ട്. പലരും വിളിക്കുമ്പോഴൊക്കെ ആ നിമിഷം തന്നെ വണ്ടി നിർത്തി അവർക്കൊക്കെ പ്രാർത്ഥിക്കാറുമുണ്ട്. ഒരുപക്ഷെ ജീവിതം ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം വെച്ചാൽ പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലൂടെ എല്ലാം പലപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിന് മുഴുവന് ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സ്വാംശീകരിച്ച വായനയുടെ ചില നിമിഷങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ ആജ്ഞാപിക്കുകയല്ല, അപേക്ഷിക്കുകയാണ്, സമയം മെനക്കെടുത്താതെ നല്ല സമയങ്ങളിലെല്ലാം വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. സ്നേഹപൂർവ്വം എന്നെ എത്ര നേരം കേട്ട നിങ്ങൾക്കൊക്കെ എൻ്റെ സ്വന്തം പേരിലും റേഡിയോ ഇസ്ലാമിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. അപ്പോൾ അദ്ദേഹം നല്ലൊരു മാനവികനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഖുർആനിൽ മാനവിക മൂല്യങ്ങളാണുള്ളത്. അല്ല പോലീസ് സുഹൃത്തെ, എനിക്ക് താങ്കളെ അറിയില്ല, ഞാൻ പറയുന്നത് താങ്കളിലേക്ക് എത്തിച്ചേരുമോ എന്നും എനിക്കറിയില്ല. എന്നാൽ ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥമാണ് സുഹൃത്തെ ഖുർആൻ. കാരണം ഈ ഖുർആൻ ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത, ഞാൻ അറിഞ്ഞ ഖുർആൻ എന്ന നിലയ്ക്ക് എനിക്ക് അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും. ലക്ഷണമൊത്ത വിഭാഗീയ ഗ്രന്ഥമാണ് ഖുർആൻ. അന്യമത വിരോധവും അപരനെ സ്നേഹിക്കേണ്ടത് അവൻ്റെ മതം നോക്കിയാണെന്നും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആൻ. മാനവിക മൂല്യങ്ങളാണ് ഈ ഖുർആനിൽ താങ്കൾ കണ്ടതെങ്കിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയുന്നതിനേക്കാളേറെ മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് ഈ ഖുർആൻ പറഞ്ഞിരുന്നതെങ്കിൽ ഓക്കെ, നമുക്കത് അംഗീകരിക്കാമായിരുന്നു. എന്നാൽ ഒരു വിഭാഗത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും മറുവിഭാഗത്തെയൊക്കെ നരകത്തിന്റെ വിറകുകൊള്ളിയായിട്ട് മാത്രം പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തെ എങ്ങനെയാണ് മാനവിക മൂല്യമുള്ള ഖുർആൻ എന്ന് പറയാൻ സാധിക്കുന്നത്? പിന്നെ സുഹൃത്തിനൊരു തെറ്റുപറ്റി. 6666 വചനങ്ങളല്ല ഖുർആനിലുള്ളത്. ഇത് പ്രാസമൊപ്പിച്ച് ചില വിശ്വാസികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. ഖുർആനിൽ എത്ര വചനങ്ങളാണുള്ളത് എന്ന് യുക്തിവാദികളാണ് ഇസ്ലാമിസ്റ്റുകളെ പഠിപ്പിച്ചത്. ഒന്ന് എണ്ണി നോക്കുക. 6000-ൽ പരമുണ്ട്. പക്ഷെ 6666 എന്നുള്ളത് തെറ്റായ കണക്കാണ്. അപ്പോൾ ഈ വചനങ്ങളിലൂടെയൊക്കെ താങ്കൾ സഞ്ചരിച്ചു എന്ന് പറയുമ്പോഴും താങ്കൾ നുണ പറഞ്ഞു എന്ന് എനിക്ക് സൗഹൃദത്തോടു കൂടി പറയേണ്ടി വരും. കാരണം ഇതിനകത്തുള്ള യുദ്ധവും കൊള്ളയും കൊലയും പിടിച്ചുപറിയും ഇതൊക്കെ താങ്കൾ കാണാതെ പോയല്ലോ. ഇനിയും താങ്കൾ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടുന്നത് 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 50, 51, 52, 53 വചനങ്ങൾ എനിക്ക് മനസ്സിലാകാത്ത വചനങ്ങളാണ്. അതിലെ മാനവിക മൂല്യങ്ങളും അതിലെ കാരുണ്യത്തിൻ്റെ തിരുദൂതനെയും ഒക്കെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും. ഖുർആനിനെ കുറിച്ച് ഇത്തരത്തിലാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അതിന് വിപരീതമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. കമൻറ്റ് വായിക്കാറുണ്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ ഏവർക്കും നന്ദി.